ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 33-ാമത്തെ വാക്യം ഇന്നത്തെ വചന ശുശ്രൂഷയുടെ ആധാരമാക്കി നമുക്ക് വായിക്കാം. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവനെ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയും. കർത്താവിന്റെ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ പ്രിയ ശിഷ്യന്മാരോട് പറഞ്ഞു, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ, കാരണം ശിഷ്യത്വം പലതുണ്ട്. ലോകത്തിൻ്റെ ദാസ്യത്വമുണ്ട്, പാപത്തിൻ്റെ ദാസ്യത്വമുണ്ട്, ശാപത്തിൻ്റെ ദാസ്യത്വമുണ്ട്. അതൊക്കെ ഒരു ശിഷ്യത്വമാണ്. അതിലൊക്കെ ജീവിക്കാം, ഒരു കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും നടന്നാൽ മതി. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാകണമെങ്കിൽ, കർത്താവ് ഊന്നി പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാകണമോ? അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നതനുസരിക്കണം. നിങ്ങൾ വിട്ടുപിരിയണം. സ്തോത്രം. എന്താ വിട്ടുപിരിയുക? സെപ്പറേറ്റ് ചെയ്യുക. ചിലതെല്ലാം സെപ്പറേറ്റ് ചെയ്യണം, ഇല്ലേ? നമ്മളെ കുറിച്ചൊക്കെ ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവരെ കുറിച്ച് പറയാൻ വേർവിട്ട സഭയിൽ എന്നൊക്കെ പറയാറുണ്ട്, വേർവിട്ട് ആരാധിക്കുന്നവരെന്നൊക്കെ പറയാറുണ്ട്. സെപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് ലോകത്തിലുള്ള മനുഷ്യരിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല. അങ്ങനെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ലോകം വിട്ടു പോകേണ്ടി വരും. അങ്ങനെയല്ല. പക്ഷേ നാം ചിലതെന്നെല്ലാം സെപ്പറേഷൻ വരുത്തേണ്ടതുണ്ട്. ആ സെപ്പറേഷൻ വരുത്തിയില്ലെങ്കിൽ അത് നമ്മെ കീഴടക്കും ഒരു സമയം കഴിയുമ്പോൾ. അനേകരുടെ അനുഭവമാണ്. ആ മദ്യപാനികളെ രക്ഷിക്കാം, അവരെയും രക്ഷിക്കണ്ടേ, പിന്നെ മദ്യപാനികളെ രക്ഷിക്കണ്ടേ? അതുകൊണ്ട് ബാർ ഹോട്ടലിൽ പോയിരിക്കുക. അവർ വിളിച്ചപ്പോൾ ഒന്ന് പോകണ്ടേ സാറേ? പോയി അവരോടുകൂടെ മദ്യപിക്കുന്നൊന്നുമില്ലേ, ബിയറൊന്നും കഴിക്കുന്നില്ല, പിന്നെ അവർ വാങ്ങിക്കുന്നവരൽപ്പം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നത് പാപമാണോ? പൊറോട്ടയും ചിക്കനും കഴിക്കുന്നത് പാപമാണോ? ഇല്ലല്ലോ. പാപമൊന്നുമല്ല, ഒരിക്കലും അല്ല. കർത്താവിന്റെ സ്തോത്രം. മോനെ, നീ അധികം കഴിയുന്നതിന് മുമ്പ് നീ പൊറോട്ടയും ബീഫും കഴിക്കുന്നതിൻ്റെ കൂടെ നീയും മോന്താൻ തുടങ്ങും താമസിക്കാതെ. കർത്താവിന്റെ സ്തോത്രം. ബാർ ഹോട്ടലിൽ പോയിരുന്നൊന്നും അവരെ രക്ഷിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. കർത്താവിന്റെ സ്തോത്രം. നീ ആ സമയം കൊണ്ട് നിന്റെ വീട്ടിലിരുന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുക, അവർ രക്ഷിക്കപ്പെടും. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, 39 വർഷമായി ഞാൻ പ്രൊഫഷണലി ഒരു നല്ല മൾട്ടിനാഷണൽ കമ്പനിയോട് ചേർന്ന് നിന്ന് വർക്ക് ചെയ്യുന്നയാളാണ്. ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണ്. ഒരു മാസം 10, 30, 33 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന വലിയൊരു കമ്പനി. അനേക രാജ്യങ്ങൾ, 10-32 രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണ് ഡെൻകെയർ. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഒരു പ്രാവശ്യം പോലും 50,000-ഓളം കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരു പ്രാവശ്യം പോലും ഒരു സിഗരറ്റോ, ഒരു ബീഡിയോ, ഒരു ബിയറോ, ഒരു വൈനോ, ഒരു മദ്യമോ തരി പോലും വാങ്ങിച്ചു കൊടുത്തിട്ട് ബിസിനസ് നേടിയിട്ടില്ല. മോനെ, നീ എൻ്റെ ബിസിനസ് കറയില്ലാത്തതായിരിക്കണം. മദ്യം വാങ്ങിച്ചു കൊടുത്ത് നീ ബിസിനസ് നടത്തിയാൽ നീയും തകരും, നിന്റെ ബിസിനസ്സും തകരും, നിത്യതയും നിനക്ക് നഷ്ടപ്പെടും. ഹല്ലേലൂയ. കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ക്രിസ്തീയ ജീവിതം കോംപ്രമൈസ് ചെയ്യേണ്ട ജീവിതമല്ല. സ്തോത്രം. ബിസിനസ്സൊക്കെ നടക്കും. ബിസിനസ് നടക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? എൻ്റെ പ്രിയരെ, ബിസിനസ് വർദ്ധിക്കുന്നതാണോ ആത്മാവിൽ വളരുക എന്നുള്ളതാണോ പ്രധാനം? മോനെ, നീ എന്തെല്ലാം വർദ്ധിപ്പിച്ചാലും ഒരു ചെറിയ അസുഖം വന്നാൽ മതി മോനെ, കോടികൾ താഴെ പോകും, ലക്ഷങ്ങൾ താഴെ പോകും. ഒരു കൈപ്പഴ പറ്റിയാൽ മതി, ഒരു ചിന്ത തെറ്റിയാൽ മതി, എല്ലാം തലേ വന്ന് കയറും. ഇതിനധികം സമയമൊന്നും വേണ്ട. ദൈവത്തിൻ്റെ കൃപ. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ജോലി ചെയ്യുന്നവര് ഒരിക്കലും ശമ്പളമല്ലാതെ മറ്റൊന്നും കൈപ്പറ്റരുത്, കൈക്കൂലി കൈപ്പറ്റരുത്. തലമുറകൾക്ക് ദോഷമാണ്. അതിൽ നിന്നും മാറി നിൽക്കണം. കൈക്കൂലിയിൽ നിന്ന് മാറി നിൽക്കണം. വഴക്കിൽ നിന്ന് മാറി നിൽക്കണം. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവര് അതിൻ്റെ യജമാനോട് തട്ടിക്കയറരുത്, യജമാനോട് കയർക്കരുത്, യജമാനെ കീഴ്പ്പെട്ടിരിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദാസന്മാരെ, നിങ്ങൾ യജമാന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. വചനമാണത്. പക്ഷേ യജമാന്മാർക്ക് വചനമുണ്ട്. നിങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണോ? നിങ്ങൾ നിങ്ങളുടെ ജോലിക്കാരെ അടിമകളെ പോലെ കാണരുത്. അവരെ ശമ്പളം പിടിച്ചു വെക്കരുത്. ഒരു ദിവസമെങ്കിലും നേരത്തെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോളണം. അവർ ഉള്ളു തണുപ്പിച്ചോളണം. അവർ കിടന്ന് കേഴാനിട വരരുത്. തെറ്റാണത്. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് ജോലി ചെയ്തു, കഴിയുമെങ്കിൽ അന്ന് തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ഡെയിലി വേജസ് ആണെങ്കിൽ പിറ്റേ ദിവസങ്ങളിൽ കൊടുക്കുക. അത് ആഴ്ച മതിയെങ്കിൽ ആ ആഴ്ച കൊടുക്കുക. അവരുടെ ഉള്ളിൽ കേഴാനിട വരരുത്. അവനും അവൻ്റെ മക്കളും, അയ്യോ അത് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇച്ചിരി കഞ്ഞി വാങ്ങിച്ച് കുടിക്കാമായിരുന്നല്ലോ എന്ന് അവൻ നിലവിളിച്ചാൽ ആ നിലവിളി സ്വർഗത്തിലെത്തും. വചനം അങ്ങനെ എഴുതിയിട്ടുണ്ട്. എൻ്റെ പ്രിയരെ, ദൈനംദിന ജീവിതത്തിൽ നാം എങ്ങനെ ജീവിക്കണമെന്ന് ഈ തിരുവചനത്തിലുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. യോഹന്നാൻ 6:66 ഒന്ന് വായിക്കാവോ?
ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. എന്റെ അടുക്കൽ വരാൻ ദൈവം കൃപ തന്നിട്ടല്ലാതെ ആർക്കും കഴിയില്ല. എന്നിട്ട് കർത്താവ് പറയുകയാണ് 6:66, അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ ശിഷ്യന്മാരുടെ കൂടെ സഞ്ചരിച്ചില്ല. യേശു പന്തിരുവരോട് നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. കേൾക്കണേ, ആത്മീയ ജീവിതത്തിൽ ഇതൊരു തമാശ അല്ല, ഇതൊരു തമാശ കളിയല്ല. അത് ആത്മീയ ജീവിതം. സ്വർഗം വേണമോ നരകം വേണമോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതും അതിനുവേണ്ടി ഒരുങ്ങുന്നതുമായ ശുശ്രൂഷയാണത്. വചന ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകൾ എല്ലാം. അതൊരു തമാശയായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. കർത്താവ് അങ്ങനെ കണ്ടില്ല. കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, കർത്താവ് മുടന്തരെ നടക്കുമാറാക്കി, ഊമരെ സംസാരിക്കുമാറാക്കി, ചെകിടെ കേൾക്കുമാറാക്കി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പട്ടണത്തിലേക്കും പാപിനിയായ സ്ത്രീയെ അവൾ പാപത്തിൽ പിടിക്കപ്പെട്ടു വന്നു, അവൾക്ക് പാപമോചനം കൊടുത്തു. എല്ലാം ചെയ്തവനാണ് കർത്താവ്. ഈ കർത്താവിൻ്റെ 12 ശിഷ്യന്മാർ കൂടാതെ പലരെയും കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്തു. അങ്ങനെയൊക്കെ നാം വായിക്കുന്നുണ്ട്. അവർ പലരും കർത്താവിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു, അത് ചുമ്മാ കളിയല്ല ആത്മീയം, ചുമ്മാ കളിയല്ല, നമുക്ക് തോന്നിയ പോലെ ചിന്തിക്കുന്നതല്ല ആത്മീയം. ദ വേർഡ് ഓഫ് ഗോഡ്, വാട്ട് സ്ക്രിപ്ചർ സേസ്, അതാണ് ക്രിസ്തീയ ജീവിതം. ഈ വചനം എന്തു പറയുന്നു, വചനത്തിൽ എന്ത് പറയുന്നു, വേറെ നമ്മുടെ ന്യായങ്ങളൊന്നും അല്ല, മനുഷ്യന്റെ ന്യായമല്ല. വചനം എന്ത് പറയുന്നു, വാട്ട് സ്ക്രിപ്ചർ സേസ്, അതായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ എന്നും. ജീവന്റെ വചനം ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നാലേ ജീവിതം മാറുകയുള്ളൂ. സ്തോത്രം. ജീവിതം മാറുന്ന കാര്യമാണ് ഈ പറയുന്നത്. ജീവിതം മാറണമെങ്കിൽ ജീവന്റെ വചനം ചെല്ലണം. വചനം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് ഈ വചനം. ഹൃദയത്തിലൂടെ പോകുന്ന ചിന്ത, ഒരു ചിന്ത ഒന്നുപോയി, ഒരു ഭാവം വന്നുപോയി. ആ ഭാവം സാരമില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മോനെ നീ ആ ചിന്തിച്ചത് എന്താണെന്ന് വിവേചിക്കും. നമ്മൾ വിചാരിക്കും ഒരു ചിന്തയല്ലേ. ഹല്ലേലൂയ. സോ എ തോട്ട്, reap an action. Sow an action, reap a character. Sow a character, reap your destiny. ഒരു ചിന്തയാണ്. ചിന്ത വിതയ്ക്കൂ, പ്രവൃത്തി കൊയ്യും. പ്രവൃത്തി വിതയ്ക്കൂ, അത് സ്വഭാവമായി തീരും. സ്വഭാവം വിതയ്ക്കൂ, അത് നിന്റെ ഭാവി ഭാഗതയെ നിശ്ചയിക്കും. ഒരു ചിന്തയല്ലേ, മനുഷ്യനല്ലേ, ഒരു ചിന്തയല്ലേ, മനുഷ്യനല്ലേ, ഒരു വിചാരമല്ലേ, മനുഷ്യനല്ലേ, ഒരു വാക്കല്ലേ. ഹല്ലേലൂയ. അതിൽ തങ്ങി നിൽക്കരുത് പ്രിയരേ. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് എല്ലാവരും തികഞ്ഞൊന്നല്ല ഞാൻ പറയുന്നത്. ഒരു ദിവസം കൊണ്ടൊന്നും ആരും എല്ലാം തികയൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈ കാഴ്ചപ്പാട് കിടക്കണം. കാഴ്ചപ്പാട് കിടക്കണം. ഒരു തെറ്റ് വരുമ്പോൾ സാരമില്ല എന്നാകരുത്, അത് ഗൗരവമാണെന്ന് നാം ചിന്തിച്ചു കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ ദൈവം ചിലതൊക്കെ വേർതിരിച്ചു. അത് സൃഷ്ടിപ്പിൽ തന്നെ ദൈവം ചിലത് വേർതിരിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ആകാശവും ഈ കാണുന്ന ഭൂമിയും അല്ല, നിങ്ങൾ അങ്ങനെ ധരിക്കരുത്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ പഴയ നിയമം ഹീബ്രുവിലും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലും അല്ലേ ആണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതതിൻ്റെ മൂലഭാഷ എവിടെയാണ്? അവിടെ നോക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാണ്. ഈ കാണുന്ന ആകാശം ഈ കാണുന്ന ഭൂമി മാത്രമല്ല, പ്രപഞ്ചം സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു. പക്ഷേ ആദ്യം ദൈവം സൃഷ്ടിച്ചത് എന്താണ്? വെളിച്ചം. എന്തായിരിക്കും ദൈവം വെളിച്ചം സൃഷ്ടിച്ചത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ദൈവം വെളിച്ചം സൃഷ്ടിച്ചത്? എൻ്റെ മക്കൾ വെളിച്ചത്തിൽ നടക്കുന്നവരാകണം. നാം ഓരോരുത്തരും വെളിച്ചത്തിൽ നടക്കുന്നവരാകണം. ഇരുളിൻ്റെ നിഷ്ഫല പ്രവൃത്തികളോട് യാത്ര പറഞ്ഞ് നാം വെളിച്ചത്തിൻ്റെ മക്കളായി നടക്കാനാണ് കർത്താവ് വെളിച്ചത്തെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. നാം വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യണം. ജീവനുള്ള ദൈവം ആ ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത്. ദൈവം ആദ്യമായി നല്ലതെന്ന് പറഞ്ഞത് വെളിച്ചത്തെയാണ്. ഇതിനൊക്കെ വലിയ ആത്മീയ അർത്ഥങ്ങളുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇരുട്ട് പാടില്ല. നമ്മുടെ ഭവനത്തിൽ ഇരുട്ട് പാടില്ല. ഇരുട്ട് പാടില്ല. ഇപ്പം ഇരുട്ട് എങ്ങനെ വന്നെ? നമ്മുടെ ജീവിതത്തിൽ പാപം വരുമ്പോൾ ഇരുട്ട് വരും. കോപം വന്നാൽ ഇരുട്ട് വരും. മോനെ ഭാര്യയോട് നീരസം വന്നാൽ ഇരുട്ട് വരും.
അവിടെ ഇരുട്ട് വരും. അഹങ്കാരം വന്നാൽ ഇരുട്ട് വരും. ദ്രവ്യാഗ്രഹം വന്നാൽ ഇരുട്ട് വരും. നാം എന്ത് ചെയ്യണം? ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളോട് യാത്ര പറയണം. ഇരുട്ട് വരുന്നത് നിഷ്ഫലമാണ്, ഫലത്തെ കെടുത്തിക്കളയുന്നതാണ്. നമ്മിലുള്ളതായ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ടെത്ര ഭയങ്കരം, ഭയാനകം. നമ്മിൽ ദൈവം തന്നിരിക്കുന്ന വെളിച്ചം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്, ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവേ, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഇതായിരിക്കും നമ്മുടെ സമർപ്പണം. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, ആരെല്ലാം വെറുത്താലും, ആരെല്ലാം ഒത്താശ തന്നില്ലെങ്കിലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരാലും ഇരുട്ടിന് ഞാൻ കൂട്ടു നിൽക്കുകയില്ല. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ആരുടെയെങ്കിലും ഉള്ളിൽ ഇരുട്ടുണ്ടോ? ഇരുട്ടിനോട് യാത്ര പറയുക. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളോട് യാത്ര പറഞ്ഞ് വെളിച്ചത്തിന്റെ മക്കളായി തീരാൻ കർത്താവ് ആഹ്വാനം തരുന്നു. സ്തോത്രം. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? 4-ാമത്തെ വാക്യം, വെളിച്ചം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ഓ, സെപ്പറേഷൻ. ദൈവം ചെയ്തത് അതാണ്. ഒന്ന് വെളിച്ചമുണ്ടാക്കി. വെളിച്ചമുണ്ട്, പക്ഷെ അവിടെ ഇരുളുണ്ട്. ഇരുളിനോട് ദൈവം പറഞ്ഞു, വെളിച്ചത്തെ തൊട്ടുപോകരുത്, വേർതിരിവുണ്ടാകണം. നമ്മുടെ ജീവിതത്തിലും ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിവ് വേണം പ്രിയരെ. ഇല്ല എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇരുട്ടിൻ്റെ ആളുകളായി പോവും. വെളിച്ചത്തിൽ നിൽക്കുക അത്ര എളുപ്പമല്ല. വെളിച്ചത്തിൽ നിൽക്കണമെങ്കിൽ പോരാട്ടം വേണം. ഇരുളിൽ നിൽക്കാൻ ഒരു പോരാട്ടവും വേണ്ട, നിന്നു കൊടുത്താൽ മതി, അങ്ങ് ഒഴുക്കിക്കൊണ്ട് പോയിക്കോളും. ഒരു നദി, കുത്തനെ ഒഴുകുന്ന ഒരു നദി, അവിടെ താഴോട്ട് ഒഴുകണമെങ്കിൽ വെറുതെ അങ്ങ് നിന്നു കൊടുത്താൽ മതി, ഒഴുക്കിക്കൊണ്ട് പോയിക്കോളും. പക്ഷെ ഒഴുക്കിനെതിരായി നീന്തണമെങ്കിൽ മോനെ അല്പം കരുത്ത് വേണം, ശക്തി വേണം, നീന്തണം. ഹല്ലേലൂയ. പാപത്തോട് പ്രാണത്യാഗത്തോളം നീ എതിരിട്ട് നിൽക്കണം. ജീവിതത്തിൽ മാറ്റം വരണം.